ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വാഷിംഗ്ടൺ DC-യിൽ വളരെ വലിയ തീരുമാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് മാറ്റ് ഗേറ്റ്സ് എന്ന വ്യക്തിയെയാണ് നിയമമന്ത്രിയായിട്ട് അദ്ദേഹം നിയോഗിച്ചിരിക്കുന്നത്. മാറ്റ് ഗേറ്റ്സിന് വളരെ വലിയൊരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരു ക്രിമിനൽ കേസിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ മാറ്റ് ഗേറ്റ്സ് പോലെയുള്ള ഒരു ചെറുപ്പക്കാരനെ അവിടെ കൊണ്ടുവരുന്നത് മൂലം കണ്ടമാനം പദ്ധതികളാണ് ട്രംപ് ആസൂത്രണം ചെയ്യുന്നത് എന്നാണ് ഇപ്പൊ അടുത്ത് നമുക്ക് വാഷിംഗ്ടണിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. കൃത്യമായിട്ടുള്ള ഒരു സന്ദേശമാണ് എതിർ ദിശയിൽ നിൽക്കുന്നവർക്ക് ട്രംപ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. തീവ്ര ഇടതുപക്ഷം, ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഇടതുപക്ഷത്തിൽ നിന്ന് അദ്ദേഹത്തിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചവരെ അദ്ദേഹം പിന്തുടരും എന്ന് തന്നെ വേണം കണക്കാക്കാനായിട്ട്. ഒരു പക്ഷെ നമ്മള് ദേവാസുരത്തിൽ പറഞ്ഞ പോലെ പ്രായമായി അദ്ദേഹത്തിന്റെ തന്നെ ക്യാമ്പിൽ പറഞ്ഞത് പ്രായമായി അവരൊക്കെ വെറുതെ വിട്ടേരുന്നെന്ന് വ്യക്തിപരമായിട്ട് ട്രംപ് പറഞ്ഞെങ്കിലും കൂടെ നിൽക്കുന്ന ടീം അദ്ദേഹത്തിനോട് പറഞ്ഞത് ഇവരെ വെറുതെ വിടാൻ സാധിക്കില്ല. കാരണം അത്രമാത്രം അദ്ദേഹത്തിനെ പീഡിപ്പിച്ചിരിക്കുകയാണ്. ജേർണലിസ്റ്റ് ആയിട്ടും പ്രോസിക്യൂട്ടേഴ്സ്, അറ്റോർണി ജനറൽസ്, ന്യൂയോർക്ക് അറ്റോർണി ജനറൽ തൊട്ട് മിലിറ്ററി, പൊളിറ്റീഷ്യൻസ്, ഇവരൊക്കെ ഇദ്ദേഹത്തിനെ വ്യക്തമായിട്ട് 34 ഫെലനി ചാർജസ് ആണ് അദ്ദേഹത്തിനെതിരെ ചാർജ് ചെയ്തത്. ഒരു കാരണവുമില്ലാതെ 34 ഫെലനി ചാർജ് രാഷ്ട്രീയമായ നേട്ടത്തിന് വേണ്ടി. അമേരിക്ക പോലെയുള്ള രാജ്യത്ത് അങ്ങനെയൊക്കെ സംഭവിക്കുക വളരെ ദുരൂഹമാണ്. അതുപോലെ മുൻകാലങ്ങളിൽ ഒരിക്കലും രാഷ്ട്രീയ പ്രതിയോഗികളെ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാതെ ഇരുന്നിട്ടുണ്ട്. 2016-ലും അദ്ദേഹത്തിനെതിരെ റഷ്യൻ കൊലൂഷൻ എന്ന് പറഞ്ഞൊരു ഇത് വന്നിരുന്നു. അന്നാളില് അദ്ദേഹം പുടിനുമായിട്ട് ഒരു ധാരണയിലെത്തി ഇലക്ഷന്റെ ഇവിടുത്തെ പ്രചാരണത്തിന് ഉൾപ്പെടുത്തി എന്നൊക്കെയായിരുന്നു അന്നത്തെ പ്രചാരണം. എന്നിരുന്നാലും അതിലൊന്നും ഒരു വകുപ്പും കണ്ടെത്താനോ 2020 മുതൽ 2024 വരെ ജോ ബൈഡനും കമല അധികാരത്തിലിരുന്നപ്പോൾ അതിനൊന്നും ഒരു തെളിവുകളോ മറ്റൊന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിക്കാത്തൊരു സ്ഥിതിയാണ് ഉണ്ടായിരുന്നത്. ഈ പ്രാവശ്യം എന്നാൽ ട്രംപിനെതിരെ വളരെ ശക്തമായ ആരോപണങ്ങളും ക്രിമിനൽ ചാർജുകളുമാണ് അവർ ചാർജ് ചെയ്തത്. അന്നാളിൽ ജെയിംസ് കോമി എന്ന FBI ഡയറക്ടറെ യു ആർ ഫയർഡ് എന്നും പറഞ്ഞ് ഒറ്റ ദിവസം ഒറ്റ വാക്കിൽ ഫയർ ചെയ്തു FBI ഡയറക്ടറെ. അതോടൊപ്പം തന്നെ മെക്കബി, അദ്ദേഹം റിട്ടയർമെന്റിന്റെ 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് എടുത്ത് ദൂരെ എറിഞ്ഞു കളഞ്ഞത്. കാരണം ഇവരെല്ലാം സംഘടിതമായിട്ട് ഡീപ് സ്റ്റേറ്റ് അധികാരത്തിലില്ലെങ്കിലും വ്യക്തിപരമായ വിരോധം മൂലം ട്രംപിനെതിരെ തിരിഞ്ഞ വ്യക്തിയാണ്. മെക്കബിന് ഇന്ന് റിട്ടയർമെന്റും പെൻഷനും ഒന്നുമില്ലാതെ തേരാപാര അലഞ്ഞു നടക്കുന്നത്. 2 ദിവസം മുമ്പ് റിട്ടയർമെന്റ്, 2 ദിവസം മുമ്പാണ് അദ്ദേഹത്തിന് ഈ ഒരു വിധിയിലേക്ക് പെൻഷൻ വാങ്ങാൻ സാധിക്കാതെ വന്നത്. ഇപ്പോൾ ഇദ്ദേഹം 2024-ൽ ഭരണത്തിൽ വരുമ്പോൾ അദ്ദേഹം സ്കെച്ച് ചെയ്തിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. അതില് ആദ്യമായിട്ട് വരുന്നത് മാർക്ക് മില്ലി. അദ്ദേഹം ഫോർമർ ചെയർമാൻ ഓഫ് ജോയിന്റ് ചീഫ്സ് ആണ്. മിലിറ്ററിയുടെ ഒരു വലിയ പദവിയാണ്. അദ്ദേഹം ട്രംപിനെ വിളിച്ചത് ഒരു ഫാഷിസ്റ്റ് എന്ന് വിളിച്ചൊക്കെയാണ്. ഒരു മിലിറ്ററിയിലുള്ള ഒരു ഉദ്യോഗസ്ഥന്, ഏറ്റവും ഹയർ ടോപ്പിലിരിക്കുന്ന ആൾക്ക് അങ്ങനെ ഒരു മുൻ പ്രസിഡന്റിനെയോ മറ്റോ വിശേഷിപ്പിക്കാനായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള അധികാരമില്ല. അദ്ദേഹത്തിന്റെ ജോലി ഡിഫൻസ് ആണ്, മിലിറ്ററി, അദ്ദേഹത്തിന്റെ സേനയെ മുന്നോട്ട് നയിക്കുക. അപ്പൊ അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ സംഭവിക്കും? ചിലപ്പോൾ അദ്ദേഹത്തിന്റെ റിട്ടയർമെന്റും പെൻഷനും പോകാം, ഒരു പക്ഷേ ജയിലിൽ പോകാവുന്ന രീതിയിലായിരിക്കും അദ്ദേഹം എത്തിപ്പെടാൻ പോകുന്നത്. പിന്നെ അവര് സ്കെച്ച് ചെയ്തിരിക്കുന്ന ഒരാളാണ് ഡിക് ചീനി, മുൻ വൈസ് പ്രസിഡന്റിന്റെ മകള് ഡിക് ചീനിയുടെ മകള് ലിസ് ചീനി. അവര് പ്രചാരണ സമയത്ത് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ ഇറാഖിലും അഫ്ഗാനിസ്ഥാനിലും യുദ്ധത്തിന് അമേരിക്കയെ ഒരു ആവശ്യമില്ലാതെ വലിച്ചഴിച്ച് കൊണ്ടുപോയതാണ് ഡിക് ചീനി. അവരുടെ മകള് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ നിന്നും അക്കരെ ചാടി ട്രംപിനുള്ള വ്യക്തിവിരോധത്തിന്റെ പേരിൽ നിന്നൊരു വ്യക്തിയാണ്. വയോമിങ് എന്ന സംസ്ഥാനത്ത് നിന്ന്. ലിസ് ചീനിക്ക് വ്യക്തമായ പണി കിട്ടുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ വൃത്തങ്ങൾ, വാഷിംഗ്ടൺ DC-യിൽ നിന്നുള്ള രാഷ്ട്രീയ വൃത്തങ്ങൾ നമ്മളെ അറിയിക്കുന്നത്. കാരണം അവർക്കൊരു കാര്യമില്ല വ്യക്തിവിരോധം. കാരണം അവരുടെ അപ്പൻ ഡിക് ചീനി അമേരിക്കയെ യുദ്ധത്തിലേക്ക് കൊണ്ടുപോയ അത്രയും വലിയ ഭീകരമായ അന്തരീക്ഷമാണ്. അമേരിക്കൻ പട്ടാളക്കാരെ കൊണ്ട് തള്ളിയതിന് തുല്യമായിരുന്നു ഇറാഖ് അഫ്ഗാനിസ്ഥാൻ വാർ. ഒരാഴ്ചയിൽ 80 പട്ടാളക്കാർ വെച്ചാണ് അന്നാളിൽ ഇവിടെ മരിച്ചു വീണിരുന്നത്, അമേരിക്കൻ പട്ടാളക്കാർ. ആ യുദ്ധം ഇറാഖ് വാറിന്റെ ആവശ്യം അന്നാളിൽ ഇല്ലായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞിട്ടും കൊണ്ടുപോയി. എന്നിട്ട് ഇതൊത്രമൊക്കെ ചെയ്തിട്ട് മകൾ ലിസ് ചീനി ട്രംപിനോടുള്ള വ്യക്തിവിരോധവും ഈഗോ ക്ലാഷും മൂലം അദ്ദേഹത്തിനെ ഒറ്റിക്കൊടുത്തു. എന്നിട്ടും തോറ്റുപോയി. അപ്പൊ ലിസ് ചീനിക്ക് എന്തെങ്കിലും ഒരു പണി തീരുമാനിക്കാൻ പറ്റും. പിന്നെ ഫേസ്ബുക്കിന്റെ നമ്മുടെ ഷുക്കൂർ അണ്ണൻ മാർക്ക് സക്കർബർഗ്, അദ്ദേഹം ബാൻ ചെയ്തു. ട്വിറ്ററിൽ മുമ്പ് ബാൻ ചെയ്തപ്പോഴാണ് എലോൺ മസ്ക് ട്വിറ്റർ വാങ്ങുകയും
പിന്നീട് ട്രംപിനെതിരെയുള്ള ബാൻ എടുത്തു മാറ്റുകയും ചെയ്തത്. ട്രംപ് വീണ്ടും എക്സിൽ വന്നു. എക്സ് എന്ന രൂപത്തിൽ ട്വിറ്റർ വന്നപ്പോൾ മാർക്ക് സക്കർബർഗ് അതേ പണി തന്നെയാണ് ഇടതുപക്ഷത്തെ പേടിച്ച് ചെയ്തത്. അപ്പൊ മാർക്ക് സക്കർബർഗിനും ചിലപ്പോൾ ഒരു പക്ഷെ പണി കിട്ടിക്കൂടായിക ഇല്ല. അതല്ലെങ്കിൽ മാർക്ക് സക്കർബർഗ് ആയുധം വെച്ച് ട്രംപിന്റെ മുമ്പിൽ കീഴടങ്ങേണ്ടി വരും എന്നാണ് നമുക്കറിയാൻ സാധിക്കുക. പിന്നെ കുറച്ച് CNN ജേർണലിസ്റ്റ് ആൻഡേഴ്സൺ കൂപ്പർ, ജേക്ക് ടാപ്പർ, എറിൻ ബർണറ്റ് അങ്ങനെയുള്ള പ്രമുഖ ജേർണലിസ്റ്റുകൾ, അതല്ലെങ്കിൽ അലി വെൽഷി MSNBCയിൽ NPRലൊക്കെ ഉള്ള കുറച്ച് ജേർണലിസ്റ്റിനും പണി കിട്ടിക്കൂടായിക ഇല്ല. അടുത്ത പേരാണ് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ലെറ്റീഷ്യ ജെയിംസ്. അവര് ന്യൂയോർക്ക് അറ്റോർണി ജനറൽ ആണ്. അവരും ന്യൂയോർക്കിലിട്ട് ട്രംപിനെ പൂട്ടാനായിട്ട് പല കേസുകളും ഫാബ്രിക്കേറ്റ് ചെയ്തു എന്നാണ് ആരോപണം. അപ്പൊ ലെറ്റീഷ്യ ജെയിംസിനും പണി കിട്ടാനുള്ള ഒരു സാധ്യതയാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് തന്നെ I dare you to try to continue your lawfare against President Trump in his second term, because listen here, sweetheart, we are not messing around this time. മൈക്ക് ഡേവിസ്, ഫോർമർ ചീഫ് കൗൺസിൽ ഓഫ് നോമിനേഷൻസ് ടു സെനറ്റ് ജുഡീഷ്യറി കമ്മിറ്റി പറഞ്ഞ വാക്കുകളാണിത്. അപ്പൊ ലെറ്റീഷ്യ ജെയിംസ് വ്യക്തിവിരോധത്തിന്റെ പേരില് ട്രംപിനെതിരെ ഒരു നീക്കം നടത്തിയിരുന്നു. പിന്നെ വേറൊരു വിഭാഗം എന്ന് പറയുന്നത് ഇവിടെ അമേരിക്കയിൽ പ്രതിഷേധത്തിന്റെ പേരിൽ അമേരിക്കൻ ഫ്ലാഗ് കത്തിച്ച കുറച്ച് ആൾക്കാർ, അവർക്കും പണി കിട്ടും എന്ന് തന്നെയാണ് അറിയുന്നത്. പിന്നെയുള്ളത് മാർക്ക് മൈലി, പിന്നെ ജാക്ക് സ്മിത്ത് ഫെഡറൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു, ലീഡിംഗ് ദ കേസ് അഗെയിൻസ്റ്റ് ഹിം ഫോർ election interference and mishandling of documents, and also said Alvin Bragg, who led a grand jury to bring the first ever criminal charges against a former president. അപ്പൊ ജാക്ക് സ്മിത്ത്, ഫെഡറൽ പ്രോസിക്യൂട്ടർ ആയ ജാക്ക് സ്മിത്ത്, ആൽവിൻ ബ്രാഗ്, ഈ പേരുകളാണ് ഇപ്പോൾ നമുക്ക് കേട്ടുവരുന്നത്. ഇവരെയെല്ലാം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു അറ്റോർണി ഇപ്പം റെഡി ആയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പേരാണ് മാർക്ക് സയ്യിദ്. ഇദ്ദേഹമാണ് ഈ ഡീപ് സ്റ്റേറ്റിന്റെ അറ്റോർണി. ഇങ്ങനെ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് അറിയാം, കാരണം വെറുതെ കേസുകൾ ഉണ്ടാക്കുക, 10-100 കേസുകൾ വെറുതെ ഫയൽ ചെയ്യുക, എന്നിട്ട് 34 എണ്ണത്തിൽ ഇത് കേസ് ചെയ്തിരിക്കുന്ന. അപ്പൊ മാറ്റ് ഗേറ്റ്സ് എന്ന അറ്റോർണി ജനറൽ, നിയമമന്ത്രിനെ വെച്ച് ട്രംപ് കളിക്കാൻ തന്നെ കരുതി ഇറങ്ങിയിരിക്കുകയാണ്. പണി കുറെ ആൾക്കാർക്ക് കിട്ടും. ഇപ്പൊ ഇതിനിടയിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നു, കുറെ ആൾക്കാർ ട്രംപ് ജനുവരി 20 അധികാരത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് വരുന്നതിന് മുമ്പ് രാജ്യം വിട്ടു പോകാൻ വരെ തയ്യാറെടുത്ത് നിൽക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. ഒരു പക്ഷേ അവരെ വളഞ്ഞിട്ട് പിടിക്കാൻ, കാരണം ട്രംപ് 80 വയസ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു വൃദ്ധനാണ്. എന്നാൽ ട്രംപിന് ചുറ്റുമുള്ള ടീമുണ്ട്. അതിൽ നമ്മുടെ മലയാളിയായ വിവേക് രാമസ്വാമി ഉണ്ട്. അങ്ങനെയുള്ള വ്യക്തികൾ ഇവരെ വളഞ്ഞിട്ട് പിടിച്ച് നിയമത്തിന്റെ മുമ്പിലും മറ്റും കൊണ്ടുവരാനുള്ള സാധ്യത. അവരുടെ റിട്ടയർമെന്റ് കളയും, അവരുടെ തൊഴിൽ, ബ്യൂറോക്രാറ്റ്സ് ആണെങ്കിൽ അത് പോവും, രാഷ്ട്രീയക്കാരാണെങ്കിൽ ക്രിമിനൽ ചാർജസ്, അതിനോടൊപ്പം തന്നെ IRS ഇവിടുത്തെ റവന്യൂ വിഭാഗമാണ്. ടാക്സിന്റെ പേരിലും അവിടെ അവർ പറ്റിച്ച ടാക്സുകളുടെ പേരിലൊക്കെ പിന്നിൽ കൂടെ പണിയുമായിട്ട് വരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിക്കുന്ന വിവരം.